സംവിധായകൻ വി കെ പ്രകാശിനെതിരായ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇന്ന് കൈമാറും. 2022 സിനിമയുടെ കഥ പറയാനായി എത്തിയപ്പോൾ കടന്നുപിടിച്ചെന്നാണ് യുവകഥാകൃത്തിന്റെ പരാതി. കൊല്ലം പള്ളിത്തോട്ടം പോലീസാണ് വി കെ പ്രകാശിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ദിലീപ് ദേവസ്യ നൽകും വിശദാംശങ്ങൾ. ദിലീപ്, കൊല്ലത്ത് നടന്ന സംഭവമാണ് ഈ കേസിൽ. ഇപ്പം എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഊർജിതമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ കേസ് ഇന്ന് എപ്പോഴായിരിക്കും കൈമാറുക? എന്താണ് വിവരങ്ങൾ? ശ്രുതി, 2022 കൊല്ലത്തെ ഒരു ഹോട്ടലിൽ വെച്ച ഈ യുവ എഴുത്തുകാരിയെ ലൈംഗികപരമായി പീഡിപ്പിച്ചു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഈ സംവിധായകൻ വി കെ പ്രകാശിനെതിരെ നൽകിയിട്ടുള്ളത്. അത് യുവകഥാകാരിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പോലീസ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. ഈ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പള്ളിത്തോട്ടം പോലീസ് ഇന്നലെ രാത്രി വി കെ പ്രകാശിനെതിരെ കേസെടുത്തത്. ഈ കേസ് ഇന്ന് പ്രത്യേക സംഘത്തിന് കൈമാറും. ശേഷമായിരിക്കും അന്വേഷണം നടക്കുക. കൂടുതൽ മൊഴി പ്രത്യേക അന്വേഷണ സംഘം ഈ യുവകഥാകാരിയെ എടുക്കണം. അതുപോലെ തന്നെ ഈ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കേണ്ടത്. അതായത് ഇവർ പറയുന്ന ഒരു ഹോട്ടലിൽ വെച്ച് തന്നോട് മോശമായി പെരുമാറി എന്നുള്ളതാണ് പരാതി. അതായത് യുവകഥാകാരിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ കയറി പിടിച്ചു ലൈംഗികപരമായി അവരോട് പെരുമാറി എന്നുള്ള തരത്തിലായിരുന്നു പരാതി വന്നത്. ഇതിന് ശേഷം ഇവർ ഈ പരാതി പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി വി കെ പ്രകാശ് ഇവർക്ക് പണം നൽകി എന്നുള്ളൊരു ആരോപണം കൂടെ ഇതിലുണ്ട്. അതിൻ്റെ തെളിവുകളടക്കം ഇനി അന്വേഷണ സംഘം ശേഖരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ഹോട്ടലിൽ ഇവരെത്തി എന്ന് പറയുന്ന ദിവസത്തെ CC ക്യാമറ 2022 ഈ സംഭവം നടക്കുന്നത്. 2022 ഏപ്രിൽ മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നതാണ് എന്നാണ് പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ മാസത്തെ CCTV ദൃശ്യങ്ങളും അവിടുത്തെ രജിസ്റ്ററെല്ലാം തന്നെ ഇനി പ്രത്യേക അന്വേഷണ സംഘം കൈക്കലാക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ട് ഈ അന്വേഷണത്തിൽ നടത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ തന്നെയായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ആളുകളെത്തി ഈ കേസ് അവർ കൈമാറുക. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള തെളിവെടുപ്പുകളും മറ്റു കാര്യങ്ങളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുളസി, ശ്രുതി.